ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നല്ല ഈസി ആയിട്ടുള്ള മന്തി റെസിപ്പി കണ്ടാലോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കളറും ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. റെഡും യെല്ലോവും ഗ്രീനും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ 3ഉം ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം കൂടി മിക്സായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്ക നാരങ്ങ, ചെറുനാരങ്ങ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 മാഗി ക്യൂബ് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്തായാലും മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നാലും നമ്മളാകെ പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപ്പുള്ളത് കൊണ്ട് വേറെ ഉപ്പിട്ട് കൊടുക്കണ്ട, എന്തായാലും ഉപ്പുണ്ടാകും. പിന്നെ മന്തി മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 4 പച്ചമുളക്, പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് തന്നെ എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. കളർ ചേർക്കണമെങ്കിൽ കളർ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, മഞ്ഞൾ കൂടി പോകണ്ട. അപ്പോൾ നാടൻ മഞ്ഞളാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചോറ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അല്ലാതെ ഇതിലേക്ക് വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. മാഗി ക്യൂബിന് നല്ല ഉപ്പുണ്ടാവും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് ഇനി ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ വെന്തോളും. അതിൻ്റെ ഇടയിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ബസുമതി റൈസാണ്, ഞാൻ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചു. പിന്നെ വേഗം മറ്റൊരടുപ്പത്ത് വെള്ളം തിളക്കാൻ വെച്ചിട്ട് അതിലേക്ക് തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുത്തത്. കുരുമുളക്, ചെറിയ ജീരകം 1 ടീസ്പൂണ്, പിന്നെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്തുനിന്ന് ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് മുരിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് ഓയിലിങ് മാറ്റി വെക്കണം. അതിന് ശേഷം വെന്ത റൈസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ദം ചെയ്യേണ്ടതാണ്. എന്നാലാണ് ഈ ടേസ്റ്റെല്ലാം ഫ്ലേവറെല്ലാം ഇതിലേക്ക് കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴാണ് നല്ല ഫ്ലേവർ, മന്തീൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഓയിൽ ഞാൻ മാറ്റി വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പച്ചമുളകൊക്കെ ഇതുപോലെ ഡെക്കറേഷനല്ല, ഇതുപോലെ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ സ്മോക്കും ചെയ്തെടുത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളെ മന്തിയൊക്കെ റെഡിയായി. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.